ദേ ഈ ഒരു ഐറ്റം ഇല്ലാത്തൊരു ബേക്കറി നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തേ ഇല്ല. സത്യം പറഞ്ഞാൽ പപ്സ് കഴിക്കുമ്പോൾ അത് മുഖത്താക്കാണ്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ. ചില വീടുകളിൽ ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് പപ്സിന്റെ രുചി അറിയാനും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും വലിയ മെനക്കേടില്ലെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ബേക്കറിയിൽ കിട്ടുന്ന അതേ മൊരിഞ്ഞൊരു മുട്ട പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ സിമ്പിൾ തന്നെയാണ്. ഇത് തന്നെയാണ് മുട്ട പപ്സ്. പണ്ട് കട്ടപ്പനയില് ഓസാന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂള് കഴിഞ്ഞ് നേരെ ഓടുന്ന അഡോൺ ബേക്കറിയിലേക്കാണ്. സോഡ നാരങ്ങ വെള്ളം മാറി ലൈം ജ്യൂസ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം കത്തി കയറുന്ന ആ സമയം ബസ്സിന് എസ് ടി കൊടുത്തു കഴിഞ്ഞ് മിച്ചം കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ച് ആഴ്ചയിൽ 1-2 തവണയെങ്കിലും മുട്ടപ്പപ്സും ഫ്രഷ് ലൈമും കുടിക്കാൻ വേണ്ടി അഡോൺ ബേക്കറിയിലേക്ക് ക്ലാസ് കഴിയുമ്പോഴേ ഓടുമായിരുന്നു. കൊതിയോടെ പെട്ടെന്ന് എടുത്ത് കഴിക്കുമ്പോൾ വയറ്റിലോട്ട് പോകുന്നതിന്റെ പകുതി മുഖത്തും ഡ്രസ്സിലും ആകുന്നതായിരുന്നു ഇവന്റെ ഒരു മെയിൻ. ആ ഓർമ്മകളൊക്കെ വെച്ച് ഇന്ന് നമുക്കൊരു മുട്ടപ്പപ്സ് ഉണ്ടാക്കാം. ഇപ്പത്തെ ഒരു പാത്രം വെച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. നല്ല നീളത്തിലരിഞ്ഞ ഒരു സവോളയും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അവന്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പും കുറച്ച് മസാലകളും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മസാല നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് അതിന്റെ ഡ്രസ്സ് ഊരി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഉമാരെല്ലാം നമുക്ക് അസംബിൾ ചെയ്താലോ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാവ് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ പഫ് പേസ്ട്രി നമുക്ക് വാങ്ങാനും കിട്ടും. ആ ഷീറ്റിന്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല, അരക്കഷ്ണം മുട്ട, പിന്നെ ആ ഷീറ്റ് 4 സൈഡും കൂട്ടി മുട്ടിക്കുന്ന പോലെ ഒട്ടിച്ചെടുക്കുക. അത് കൂട്ടി മുട്ടിയതിനു ശേഷം അതിനൊരു ഗ്ലേസിങ്ങും ഒരു ക്രിസ്പിനെസ്സും വരാൻ വേണ്ടി നമ്മളൊരു മുട്ട പൊട്ടിച്ച് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഇവനെ എടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 അല്ലെങ്കിൽ 12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട പപ്സ് റെഡി. ഇതിന് ടേസ്റ്റ് ഉണ്ടാക്കി കൂടെ നമ്മൾ എന്നും ഇത് ഉണ്ടാക്കി കഴിക്കരുത്. പക്ഷേ എന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വേറൊരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൈ പ്രോട്ടീൻ ഉള്ള നമ്മുടെ 3ാമത്തെ റെസിപ്പി ഇതാ. ചോക്ലേറ്റ് ബനാന കേക്ക്. ഓഫീസിൽ പോകാൻ സമയം ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടായില്ല. പക്ഷേ ഒരു ആശ്വാസം എന്നു പറഞ്ഞാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഫോർമൽ ഡ്രസ്സ് വേണ്ട. ഓഫീസിൽ ക്യാഷ്വൽ ഡ്രസ്സ് മതിയാവും. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ചീറ്റ് മീലാണ്. പക്ഷേ ഇന്ന് ഷിനു ചേട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഞാൻ എന്റെ ചീറ്റ് മീലായിട്ട് കഴിച്ചു. പുള്ളിക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഫുഡ് അടി പരിപാടി സെറ്റ് ആയതുകൊണ്ട് പുള്ളി ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഫുഡ് തന്നെ എന്റെ ചീറ്റ് മീലായിട്ട് കഴിച്ചിട്ട് ബാക്കി ഒരു കോഫിയും കുടിച്ച് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 36 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ഹാംസ്ട്രിങ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നൊട്ട് നിർബന്ധില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഫ്ലെക്സ് ക്യാപ്ഷൻസ് ഉണ്ട്. വീൽസ് ചെയ്യണം നടക്ഷൻ.